for all, so that sins may be forgiven. Do this in memory of me. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 9ാമത്തെ ദിവസത്തിലേക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഉത്സാഹത്തോടെ ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ദിവസങ്ങളാണിത്. ഒരു 40 ഡേ പ്രയറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഈ ദിവസങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ലാഘവബുദ്ധിയോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നല്ല പ്രാർത്ഥനയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം. അതുപോലെ നമ്മൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങണം. അതുപോലെ പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. വളരെ അനുഗ്രഹീതമായ ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 41-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ്. ജനേസിസ് 41, 46-49. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. ഫറവോയുടെ മുമ്പിൽ നിന്ന് പോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സുഭിക്ഷത്തിൻ്റെ 7 വർഷം ഭൂമി സമൃദ്ധമായി വിളവ് നൽകി. 7 വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു. ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു. കടൽക്കരയിലെ മണൽ പോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. അതളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി. നമ്മൾ ധാന്യം ശേഖരിച്ചു വെച്ച് അന്നത്തെ ആ ലോകത്തെ രക്ഷിക്കുന്ന ജോസഫിനെ കുറിച്ചാണ് വായിച്ചത്. ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് ഒരു 11 കാര്യങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ 11 കാര്യങ്ങൾ ജോസഫും യേശുവും തമ്മിലുള്ള താരതമ്യമാണ്. പഴയ നിയമത്തിലെ ജോസഫും നമ്മുടെ കർത്താവായ യേശുവും തമ്മിലുള്ള 11 സാദൃശ്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തേത്, അവർ രണ്ടുപേരും അവരുടെ അപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു. ജോസഫ് യാക്കോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, യേശു പിതാവിൻ്റെ ഏറ്റവും പ്രിയ പുത്രൻ. രണ്ടാമത്തേത്, അസൂയ മൂലമാണ് സഹോദരന്മാർ അവരെ വെറുത്തത്. ജോസഫിനെ സഹോദരന്മാർ വെറുത്തത് അവൻ കണ്ട സ്വപ്നം, അവൻ വലുതാകുമെന്ന പ്രവചനം, അപ്പൻ അവനോടുള്ള സ്നേഹം, അതൊക്കെയാണ് ജോസഫിനെ വെറുക്കാനിടയായത്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അസൂയ നിമിത്തമാണ് പുരോഹിതന്മാർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്നൊരു വാക്യം പുതിയ നിയമത്തിൽ ഉണ്ട്. മറ്റൊന്ന്, മൂന്നാമത്തെ സാദൃശ്യം, ഒരു അടിമയുടെ വിലയ്ക്കാണ് അവൻ വിൽക്കപ്പെടുന്നത്. ജോസഫ്, അവൻ്റെ സഹോദരന്മാർ ജോസഫിനെ വിൽക്കുന്നത് 20 വെള്ളി നാണയത്തിനാണ്. ഈശോ യൂദാസിനാൽ വിൽക്കപ്പെടുന്നത് 30 വെള്ളി നാണയങ്ങൾക്കാണ്. നാലാമത്തെ കാര്യം, ഇവർ രണ്ടുപേരുടെയും വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. ഈ ജോസഫിൻ്റെ വസ്ത്രം കവർന്നെടുക്കുന്നത് പൊത്തിഫാറിൻ്റെ ഭാര്യയാണ്. യേശുവിൻ്റെ വസ്ത്രം റോമൻ പട്ടാളക്കാർ വീതിച്ചെടുക്കുന്നത് നമ്മൾ കാണും. അതാണ് നാലാമത്തെ സാദൃശ്യം. അഞ്ചാമത്തേത്, ഇവർ രണ്ടുപേരും തെറ്റായി കുറ്റാരോപണം അവരുടെ മേൽ ഏറ്റുവാങ്ങിയവരാണ്. ജോസഫ് പൊത്തിഫാറിൻ്റെ ഭാര്യയാൽ കുറ്റം ആരോപിക്കപ്പെട്ടു, നിരപരാധിയായിരുന്നിട്ടും യേശു അവൻ്റെ വിചാരണ വേളയിൽ കള്ളസാക്ഷികൾ അവനെതിരെ ദുരാരോപണങ്ങൾ നടത്തി. ആറാമത്തെ സാദൃശ്യം, ഇവർ രണ്ടുപേരും കുഴിയിലേക്ക് തള്ളിയിടപ്പെട്ടു എന്നാണ്. ജോസഫ് വിൽക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവനെ തള്ളിയിട്ടു. അതുപോലെ തന്നെ കർത്താവിനെയും
പീലാത്തോസിൻ്റെ മുമ്പിലെ വിചാരണയ്ക്ക് മുമ്പ് ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു. അതുപോലെ തന്നെ കർത്താവ് ഈശോ അവന് മരണത്തിന് ശേഷം പാതാളത്തിലേക്ക് ഇറങ്ങി എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് 6ാമത്തെ സാദൃശ്യം. 7ാമത്തേത്, ജോസഫ് ജയിലിൽ കിടക്കുമ്പോൾ അവന് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത് 2 ക്രിമിനലുകളാണ്, കുറ്റവാളികളാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിൽ അവൻ്റെ ഇടത്തും വലത്തുമുള്ളതും 2 കുറ്റവാളികളാണ്. ഇതിൽ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റേയാൾ രക്ഷപ്പെട്ടു. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിലും ഒരാൾ നാശത്തിലേക്കും മറ്റേയാൾ പറുദീസയിലേക്കും പ്രവേശിക്കപ്പെടുന്നു. 8ാമത്തേത്, ഇവർ 2 പേരും അവരുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30ാമത്തെ വയസ്സിലാണ്. ഞാൻ ആ വാക്യം വായിച്ചിരുന്നു. ജോസഫ് ഈ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ 30 വയസ്സായിരുന്നു. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോഴും 30 വയസ്സായിരുന്നു. ഇനി 9ാമത്തെ സാദൃശ്യം എന്ന് പറയുന്നത്, ഇവർ 2 പേരും അപമാനിക്കപ്പെട്ട് ഒരു കാലം അവർക്ക് തകർച്ചയുടെ കാലം ഉണ്ടായിരുന്നെങ്കിലും അവർ മഹത്വത്തിലേക്ക് പ്രവേശിച്ചവരാണ്. ജോസഫ് ഫറവോയുടെ 2ാം സ്ഥാനക്കാരനായി അവൻ്റെ 2ാം രഥത്തിൽ ഇരുത്തി അവനെ ലോകപ്രകാരം രാജകീയ പദവിയിലേക്ക് അവനെ ഉയർത്തി. യേശു അവൻ ഉത്ഥാനത്തിലൂടെ മഹത്വീകൃതനായി മാറി. 10ാമത്തെ സാദൃശ്യം, ഇവർ 2 പേരും അവർ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷകരായിരുന്നു. ജോസഫ് പരിമിതമായ അർത്ഥത്തിലും യേശു വ്യാപകമായ അർത്ഥത്തിലും. ജോസഫ് ധാന്യം ശേഖരിച്ചു വെച്ച് അന്നത്തെ കാലത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. യേശു ആകട്ടെ ധാന്യത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഗോതമ്പപ്പം തൻ്റെ ശരീരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ ശരീരരക്തങ്ങളിലൂടെ ഇന്നും ലോകത്തെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. 11ാമത്തെ അവസാനത്തെ സാദൃശ്യം, ഇവർ 2 പേരും തങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചിട്ടാണ് മരണത്തിലേക്ക് പോകുന്നത്. കർത്താവ് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് നിരുപാധികം ക്ഷമിക്കുന്നു, മാപ്പ് കൊടുക്കുന്നു. യേശു പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്തിട്ടാണ് മരിക്കുന്നത്. ഞാൻ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 11 കാര്യങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. ജോസഫും യേശുവും തമ്മിലുള്ള ബന്ധം. എന്തിനാണ് നമ്മൾ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, വളരെ വളരെ മഹനീയമായൊരു ബന്ധം അതിനുണ്ട്. ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ജോസഫ് ധാന്യം കൊടുത്ത് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നതാണ് ലോകം ജോസഫിൻ്റെ ജീവിതത്തിൽ പരസ്യമായി കണ്ട കാര്യം. ലോകത്തിൻ്റെ കണ്ണിൽ, പബ്ലിക്കിൻ്റെ കണ്ണിൽപ്പെട്ടത് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞു നിന്ന് ധാന്യം കൊടുത്ത് ആ ജനത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്ന ജോസഫ്. എന്നാൽ ആ രക്ഷ നൽകുന്ന രക്ഷകനായി ജോസഫ് മാറിയതിൻ്റെ പിന്നിൽ ഒരായുസിൻ്റെ കണ്ണീരും ഒരായുസിൻ്റെ നോവും ഒരായുസിൻ്റെ സഹനങ്ങളും ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു, ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ ഈശോ, നമ്മളെ അനുഗ്രഹിക്കുന്ന ആ രാജാവായ ക്രിസ്തുവിനെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ കാണുന്നത്. എന്നാൽ അവൻ ആ രാജാവായി തന്നെ മുറിച്ച് നൽകുന്നതിൻ്റെ പുറകിൽ ഒരായുസിൻ്റെ മുഴുവൻ അവൻ്റെ ജീവിതം അവൻ ബലിയായി കൊടുത്തതിൻ്റെ കഥയുണ്ട്. ഞാൻ ജോസഫും യേശുവും തമ്മിലുള്ള താരതമ്യം നടത്തുന്നതിൻ്റെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട കാരണം, റീസൺ ഇതാണ്. അതായത് ഓരോ കുർബാനയിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഈ കുർബാനയാവാൻ ഈശോ ഒരുപാട് സഹിച്ചതാണ്. അവൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നറിയാൻ നമ്മൾ കുരിശിലേക്ക് നോക്കണം. ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയാൻ കുർബാനയിലേക്ക് നോക്കണം. കുർബാനയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം മുഴുവൻ നിറയേണ്ടത്, നമ്മൾ കാണേണ്ടത്, കർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചു, എനിക്ക് വേണ്ടി എന്തുമാത്രം വില തന്നു എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു സമ്മാനത്തിൻ്റെ വില ആ സമ്മാനം തരാൻ ഒരാൾ എടുത്ത പരിശ്രമത്തിൻ്റെ വിലയാണ്. ഒരു സമ്മാനത്തിൻ്റെ വില ആ സമ്മാനം തരാൻ ഒരാൾ എത്രമാത്രം സഹിച്ചിട്ടുണ്ട് എന്ന ചോദ്യമാണ്. വിശുദ്ധ കുർബാന തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ ഈശോ മറ്റൊന്നിനും വേണ്ടി സഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഓരോ കുർബാനയും നമുക്ക്
നിറഞ്ഞ കണ്ണുകളോടെ മാത്രമേ കാണാൻ കഴിയൂ. നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ തീരെഴുതി തന്ന ആ മഹാസ്നേഹമാണ് കുർബാനയിൽ നമ്മൾ കാണുന്നതെന്ന് ഒരു വിശുദ്ധ കുർബാന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പരിശീലിക്കേണ്ട പുണ്യം എന്ന് പറയുന്നത് മിതഭോജനമാണ്. ഭക്ഷണാസക്തി, ഭക്ഷണം ഒരു വലിയ എന്താ പറയുക, പ്രലോഭനമായിട്ട് മാറുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മളൊരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളായിട്ട് തന്നെയാണ് ഇത് എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു പുണ്യമാണ് മിതഭോജനം. ഭക്ഷണത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു പക്വമായ സമീപനം, ഭക്ഷണത്തിന് അത് അർഹിക്കുന്ന വില മാത്രം കൊടുക്കുന്ന ഒരു സമീപനം, ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലത്തിന് പ്രതിരോധം തീർക്കേണ്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ അതാണ് പുണ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് പാപം? അമിത ഭോജനമാണ് പാപം. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്താൻ, ഏറ്റവും ഫേവറേറ്റായ ഭക്ഷണമൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപേക്ഷിക്കാൻ ഒക്കെ നമുക്ക് ഒരു പാകത ആത്മീയ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ പറഞ്ഞ ഒരു പ്രസംഗം ഈ അടുത്ത നാളിൽ കേട്ടു. അച്ഛൻ പറയുകയാണ്, ഒരുപാട് ദൈവമനുഷ്യരുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു പുള്ളിപ്പുലിയാണ് ഭക്ഷണാസക്തി. ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് നിയന്ത്രണമുണ്ട്, അവർക്ക് ലൈംഗിക വിശുദ്ധിയുണ്ട്, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, അവർക്ക് നല്ല സ്നേഹമുണ്ട്, ചാരിറ്റിയുണ്ട്. പക്ഷേ എന്തുമാത്രമില്ല, ഭക്ഷണത്തിൽ നിയന്ത്രണമില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് ആത്മീയ ജീവിതത്തിൽ വളരാത്തതിൻ്റെ കാരണം ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് എന്ന് അച്ഛൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയായിട്ട് തോന്നി. അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പങ്കുവെക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ടാസ്ക്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഇന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ഫേവറേറ്റായിട്ട്, അതായത് ടേബിളിൽ ഇന്ന് അത് അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഇന്ന് കർത്താവിനെ പ്രതി അത് വേണ്ടാന്ന് വെക്കാൻ പരിശ്രമിച്ചാൽ അതൊരു നല്ല പരിശീലനമായിരിക്കും. പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, ഭക്ഷണത്തെക്കാൾ കൃപാവരം തന്ന് എന്നെ സഹായിക്കണമേ. അങ്ങനൊരു വചനമാണത്. ഭക്ഷണത്തെക്കാളധികം കൃപാവരം കൊണ്ട് നമ്മൾ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഉചിതം. പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, ഭക്ഷണത്തെക്കാൾ കൃപാവരത്തെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ. ഈ 9ാമത്തെ ദിവസത്തെ ചിന്തകൾ അവസാനിക്കുന്നതിന് മുൻപ് കോസ്മിക് റിഡംഷൻ എന്ന ഒരു ആശയം കൂടി നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ രക്ഷ അല്ലെങ്കിൽ വിശ്വരക്ഷ. ഇത് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം, ധാന്യത്തിലൂടെ തൻ്റെ കാലത്തെ ജോസഫ് രക്ഷിച്ചു എന്ന് ചിന്തിച്ചപ്പോഴും വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ലോകത്തെ രക്ഷിക്കുന്നു എന്ന ആശയം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴും നമ്മൾ ബൈബിളിലെ ഈ കോസ്മിക് റിഡംഷൻ എന്ന ആശയം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ബൈബിള് തുടങ്ങുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1:31 സങ്കീർത്തനം 19:1 സങ്കീർത്തനം 24:1 സൃഷ്ടി, അല്ലെ ലോകത്തിലെ സൃഷ്ടവസ്തുക്കൾ, സൃഷ്ടപ്രപഞ്ചം ദൈവത്തിൻ്റെ ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു ആശയം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചത്തെ, ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഉൽപ്പത്തി 1, 26, 27, 28 അത് കാണാൻ പറ്റും. എന്നാൽ പിന്നീട് സംഭവിക്കുന്നത്, മനുഷ്യൻ്റെ പാപം വന്നു കഴിയുമ്പോൾ ഈ കോസ്മോസിനെ, ഈ പ്രപഞ്ചത്തെ പാപം മലിനമാക്കുകയാണ്. ഉൽപ്പത്തി 3, 17 മുതൽ 19 വരെ. നാലാമതായിട്ട് നമ്മളതുമായി ബന്ധപ്പെട്ട് കാണേണ്ട ഒരാശയം, ദൈവം മനുഷ്യനോട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമ്പോൾ ആ ഉടമ്പടി ബന്ധത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് നോഹ, ഉൽപ്പത്തി 9 നോഹയോട് ചെയ്യുന്ന ഉടമ്പടിയിൽ ഉൽപ്പത്തി 9, 8 മുതൽ 17 വരെ വാക്യങ്ങളിൽ ഇത് കാണാൻ പറ്റും. അതുപോലെ ഹോസിയ 2:18 ഈ ആശയം കാണാൻ പറ്റും. ഇനി വേറൊരു ആശയം ഞാൻ ഈ കോസ്മിക് റിഡംഷൻ എന്നതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്. പറഞ്ഞതൊന്ന്, ദൈവം സൃഷ്ടിച്ച എല്ലാം മനോഹരമാണ്, നല്ലതാണ്, പ്രപഞ്ചം നല്ലതാണ്.
അത് മനുഷ്യനെ ഏൽപ്പിച്ചു. മനുഷ്യൻ്റെ പാപം അതിനെ മലിനമാക്കി. ഇനി നാലാമതായിട്ട് ഈ ദൈവത്തിൻ്റെ ഉടമ്പടി എല്ലാ ജീവജാലങ്ങളോടുമായിട്ടാണ്, മനുഷ്യനോട് മാത്രമല്ല ദൈവം ഉടമ്പടി ചെയ്യുന്നത്. ഇനി യേശുവിനെ പുതിയ നിയമം അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ 1:1 മുതൽ 3 വരെ, കൊളോസോസ് 1:15 മുതൽ 17 വരെ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നവൻ എന്നൊരാശയം പറയുന്നുണ്ട്. അതായത് സകല സൃഷ്ടികളെയും താങ്ങി നിർത്തുന്നവനാണ് ക്രിസ്തു എന്നൊരാശയം അവിടെ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് യേശു തൻ്റെ കുരിശിലൂടെ ഈ സർവപ്രപഞ്ചത്തെയും ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തി. കൊളോസോസ് 1:19-20, എഫേസോസ് 1:9-10 ഒക്കെ ഈ ആശയമാണ് കാണുന്നത്. ഇനി യേശുവിൻ്റെ ഉത്ഥാനം പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്, ന്യൂ ക്രിയേഷൻ തുടങ്ങുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട ആശയം റോമാലേഖനം 8:19 മുതൽ 23 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഈ സൃഷ്ടപ്രപഞ്ചം വീണ്ടെടുപ്പിന് വേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു. റോമർ 8:19 മുതൽ 23 വരെ നിർബന്ധമായിട്ട് നിങ്ങളത് വായിച്ചു നോക്കണം. പ്രപഞ്ചം ഈറ്റുനോവ് അനുഭവിക്കുകയാണ്, വിങ്ങിക്കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? രക്ഷയ്ക്ക് വേണ്ടി. മനുഷ്യൻ്റെ പാപം മലിനമാക്കിയ ഈ പ്രപഞ്ചം വീണ്ടെടുപ്പിന് വേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്ന, സസ്യജാലങ്ങളിൽ നിന്നെടുക്കുന്ന ധാന്യവും അതുപോലെ തന്നെ മരങ്ങളിൽ നിന്ന്, ആ മുന്തിരി ചെടിയിൽ നിന്നെടുക്കുന്ന മുന്തിരിപ്പഴവും ആ മുന്തിരിച്ചാറും ഈ ബലിപീഠത്തിലേക്ക് വെക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അൾത്താരയിലേക്ക് സമർപ്പിക്കപ്പെടുകയാണ്. അവിടെ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ് ഈ ബലിയിലൂടെ നടക്കുന്നു എന്ന ഒരു പ്രതീകാത്മകമായ അർത്ഥം കൂടി ദിവ്യകാരുണ്യത്തിന് ഉണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗം കൂടിയാണ് പരിശുദ്ധ കുർബാന എന്ന ആരാധന എന്നൊരാശയം അതിനകത്ത് മനോഹരമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പുതുതാക്കപ്പെടാൻ വേണ്ടി പ്രപഞ്ചം കാത്തിരിക്കുന്നു എന്ന ആശയം നമുക്ക് ബൈബിളിൽ പലയിടങ്ങളിൽ കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ബൈബിളിലെ വേറൊരാശയത്തെ നമ്മൾ കാണേണ്ടത്. ആ ആശയമാണ് സർവപ്രപഞ്ചവും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, വിശുദ്ധ കുർബാനയിലേക്ക് ഈ അപ്പവും വീഞ്ഞും കൊണ്ടുവരുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഈ അൾത്താരയിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്, രക്ഷിക്കപ്പെടാൻ വേണ്ടി. ഇപ്പോൾ ലത്തീൻ കുർബാനയിൽ ഈ അപ്പം സമർപ്പിക്കുമ്പോഴും വീഞ്ഞ് സമർപ്പിക്കുമ്പോഴും ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായ അപ്പം, ഈ വീഞ്ഞ്, അങ്ങനെയാണല്ലോ പറയുന്ന പ്രാർത്ഥന. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൂചനയാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. ഉദാഹരണത്തിന് സങ്കീർത്തനം 148 അത് വായിച്ചാൽ പ്രപഞ്ചം ദൈവത്തെ ആരാധിക്കുകയാണ്. അതുപോലെ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 57 മുതൽ 90 വരെ വാക്യങ്ങളിൽ 3 യുവാക്കന്മാരുടെ കീർത്തനത്തിലും ഈ പ്രപഞ്ചം ദൈവത്തെ ആരാധിക്കുന്ന കാണാൻ പറ്റും. അതുപോലെ വെളിപാട് 5:13. ഇനി വേറൊരാശയം, ഇതിൻ്റെ എല്ലാം ഒടുവിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? പുതിയ ആകാശവും പുതിയ ഭൂമിയും, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. സൃഷ്ടിയും ആകാശവും പുതുതാക്കപ്പെടും, ഭൂമിയും ആകാശവും പുതിയതാക്കപ്പെടും എന്ന ആശയം. അങ്ങനെ ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ യേശുക്രിസ്തുവിലേക്ക് പുതുതായി മാറുന്ന, യേശുക്രിസ്തുവിൽ പുതിയതായി മാറുന്ന ഒരു ആശയത്തിൻ്റെ പേരാണ് കോസ്മിക് റിഡംഷൻ. അപ്പോൾ അത് സംഭവിക്കാൻ പ്രപഞ്ചം നടത്തുന്ന ആരാധനയാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നമ്മൾ ആഗ്രഹം, പ്രപഞ്ചത്തിനുള്ള ആഗ്രഹം പ്രപഞ്ചം ഏറ്റെടുക്കുന്ന, അല്ലെ പ്രപഞ്ചം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു തലം കൂടി കുർബാനയിൽ കാണണം. ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കാരണം, നമുക്ക് ഇന്ന് ഒത്തിരി ഇക്കോളജിയുമായി, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ ആത്മീയതയുടെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാലം കൂടിയാണല്ലോ. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീട്, നമ്മുടെ പരിസരങ്ങൾ, അവിടെയൊക്കെ മരങ്ങൾ നട്ട് പിടിപ്പിക്കാനും മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കാനും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും എല്ലാം പറ്റുന്ന ആവാസ വ്യവസ്ഥ
നശിപ്പിക്കാതിരിക്കാനുമുള്ള ഉത്തരവാദിത്വം കൂടി കുർബാന അർപ്പിക്കുന്നവർക്കുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പരിസ്ഥിതി ബന്ധം ഉണ്ട്, ഒരു ഇക്കോളജിക്കൽ ബോണ്ട്, ഒരു റിലേഷൻ. നമ്മുടെ അൾത്താരകളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഒരു സ്നേഹതാളം അലയടിക്കുന്നുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ചരട് നീളുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാതെ പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ പരിസരങ്ങളൊക്കെ മനോഹരമായിട്ട് നല്ല ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കുന്നത് ഒരു നല്ല സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. നമുക്കുള്ള എൻവയോൺമെൻറ്റ് നന്നായിട്ട് സൂക്ഷിക്കാൻ നമ്മുടെ അൾത്താരയിലെ ബലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നും വലിച്ചെറിയാതിരിക്കാനും, പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാനും, അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് നാശമാകുന്നതൊന്നും ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം ഓർക്കാനും കൂടി ഈ ദിവസം കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ആരാധനയുടെ ആശീർവാദത്തിലേക്ക് കടക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വർദ്ധിക്കാൻ ആഗ്രഹിക്കാം. എഫെസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനങ്ങൾ: ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, ഉയരം, ആഴം ഇത് ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ പരിശുദ്ധ കുർബാനയിലും വരുമ്പോൾ ഞങ്ങളിലെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിച്ച് തരണമേ. കുർബാനയിൽ ഞങ്ങൾക്ക് യേശുവിനെ ജീവനോടെ കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണമേ. നീ കാണുന്നത് പോലെ നിൻ്റെ ശരീരത്തെ കാണാൻ ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഓരോ കുർബാനയിലും ദൈവസ്നേഹം നിറഞ്ഞവരായി മടങ്ങിപ്പോകാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവെ, മക്കൾ ഓരോരുത്തരെയും നീ വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ. അവരെവിടെയായിരുന്നാലും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. മാറ്റമില്ലാത്ത നിൻ്റെ വചനം അവരിൽ ആഴത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്തണമേ. ലോകത്തെ ഉപേക്ഷിക്കാനും പിശാചിനെ തള്ളിപ്പറയാനും പാപം വേണ്ടെന്ന് വെക്കാനും യേശുവിനെ എല്ലാ നിമിഷങ്ങളിലും ഏറ്റുപറഞ്ഞ് സ്നേഹിക്കാനും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ശിരസ്സുകൾ നമിക്കാം. കാരുണ്യവാനായ ദൈവം അവിടുത്തെ അനന്ത കൃപയാൽ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരട്ടെ. ലോകം അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സങ്കടങ്ങളിലും ഇടപെട്ട് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവസ്നേഹം വർദ്ധിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുകയും സാക്ഷ്യം നൽകുന്നൊരു ജീവിതം ഉണ്ടാവുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ വിലയേറിയ ശരീരത്തിൻ്റെ അനന്ത യോഗ്യതകളാൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.